തിരുവനന്തപുരത്ത് വോട്ട് ചോരിയിലാണോ BJP ഇത്തവണ ജയിച്ചത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? ഈ തിരുവനന്തപുരത്ത് വോട്ട് ചോരിക്ക് വേണ്ടി നിങ്ങൾ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SIRന്റെ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് വെച്ചിട്ടല്ല. ഷാബു പ്രസാദെ, പ്രാഥമികമായിട്ട് ഇത്തരം ചർച്ചയിൽ വരുമ്പോൾ അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് 2024 തെരഞ്ഞെടുപ്പ് നടത്തിയ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ടല്ല. മിസ്റ്റർ ഷാബു പ്രസാദ്, അങ്ങ് വെറുതെ ഈ ചർച്ചയെ അലങ്കോലപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. അങ്ങയുടെ പ്രതിരോധം നഷ്ടപ്പെട്ട അവസ്ഥ മറ്റുള്ളവരെയും കൂടി അങ്ങ് കലക്കിക്കളിയ അലമ്പാക്കിയുള്ള ചർച്ച എന്ന് ചിന്തിക്കരുത്. അത് ചെയ്യാൻ ലൈനല്ല. അത്തരത്തിലുള്ള താങ്കൾ ഇപ്പൊ എന്താണ് പറയുന്നത്? തിരുവനന്തപുരത്ത് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് 2024 വോട്ടേഴ്സ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് 2004. അല്ല ഷാബു പ്രസാദെ, നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് പ്രതിരോധം നഷ്ടപ്പെട്ടു. നിങ്ങൾ BJP നടത്തിയ വോട്ട് ചോരി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കിയ നിങ്ങളുടെ പാർട്ടി വോട്ട് ചോരിയിലൂടെയാണ് ആ MP സ്ഥാനം നേടിയെടുത്തത് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇപ്പോ. അങ്ങനെ വ്യക്തമാകുന്ന ഒരു ഘട്ടത്തില് നിങ്ങൾ ഇപ്പൊ എന്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചല്ല മിസ്റ്റർ. തിരുവനന്തപുരത്ത് വോട്ട് ചോരി നടന്നോ ഇല്ലയോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് അത് ഏത് വോട്ടർ പട്ടിക വെച്ചിട്ടാണ് എന്ന് കൂടി പറയൂ. അപ്പോൾ നിങ്ങളുടെ വ്യാഖ്യാനം അതല്ലല്ലോ. BJP ജയിക്കുന്നുണ്ടെങ്കിൽ അത് വോട്ട് ചോരിയിലൂടെയാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJP ജയിച്ചത് വോട്ട് ചോരിയിലൂടെ അല്ല. അപ്പോൾ BJPക്ക് വോട്ട് ചോരിയിലൂടെ അല്ലാതെയും ഇവിടെ ജയിക്കും. അതാണല്ലോ കറക്റ്റ്. ഇത് തന്നെയുള്ളൂ. അപ്പൊ അല്ലാതെ ഇവിടെ അങ്ങനെ ഒരു ആരോപണം BJP ജയിച്ചപ്പോൾ വോട്ട് ചോരി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലായിടും എപ്പോഴും അങ്ങനെ തന്നെയാണത്. BJP പല സ്ഥലത്തും എങ്ങനെയാണ് ജയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സമൂഹത്തെ അങ്ങേയറ്റം വർഗീയമായി ധ്രുവീകരിച്ചും മറ്റൊരർത്ഥത്തിൽ എന്താണ് വലിയ രീതിയിൽ വോട്ട് കച്ചവടം നടത്തിയാണ് നിങ്ങൾ ജയിക്കുന്നത്. പണം ഇറക്കിക്കൊണ്ടാണ്. ഇപ്പൊ എന്താണ് ഇലക്ട്രോൾ ബോണ്ട് വഴി പണം സ്വീകരിക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും 3000 ചില്ലാനം കോടി രൂപയാണ് നിങ്ങൾ ഇലക്ട്രോൾ ബോണ്ട് വഴി ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് വന്നിരിക്കുന്നത്, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് ഷാബു പ്രസാദ്, ഈ രാജ്യം വെള്ളരിക്കപ്പെട്ടതാണോ? ലാറ്റിൻ അമേരിക്കയിലെ ബനാന റിപ്പബ്ലിക്കിന് സമാനമായോ? കോടതി പറയുന്നത് പോലും കേൾക്കുന്നില്ല. ഇപ്പോഴത്തെ ദേശീയ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ, മിസ്റ്റർ ഗാനേഷ് കുമാർ, സുപ്രീം കോടതി ഈ SIR കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പറഞ്ഞപ്പോൾ അത് അനുസരിക്കാൻ കൂട്ടാക്കാത്ത ആളാണ്. സുപ്രീം കോടതി അനുസരിക്കാൻ ഇലക്ഷൻ കമ്മീഷന് ഭരണഘടനാപരമായി ബാധ്യതയില്ല എന്ന നിലപാട് സ്വീകരിച്ച ആളാണ്. അപ്പോ അദ്ദേഹം അനുസരിക്കുന്ന എവിടെയാണ് നാഗപ്പൂര് പറയുന്നതാണ്, അദ്ദേഹം അനുസരിക്കുന്ന എന്താണ് മോഡി പറയുന്നതാണ്. അപ്പൊ മോഡിയും നാഗപ്പൂരുമല്ല ഈ രാജ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഈ രാജ്യത്തിന് ഭരണഘടനയുണ്ട്, അതിൽ ജനപ്രാതിനിധ്യ നിയമം എന്താണെന്നുണ്ട്, സമ്മതിദാനാവകാശ നിയമം എന്താണെന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ സമയം കൊടുത്തോ? അല്ല, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഇദ്ദേഹത്തെ പോലെ എന്താണ് മറ്റുള്ളവരുടെ സമയത്ത് കയറിയിട്ട് ബഹളം വെക്കുക? താങ്കൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആരും ബഹളം വെക്കുന്നില്ലല്ലോ. നിങ്ങൾ സംസാരിച്ചു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് താങ്കളോട് ഒരു ചോദ്യം ചോദിച്ചാൽ താങ്കൾക്ക് ഉത്തരയില്ല. താങ്കൾ പ്രതിരോധത്തിലാണ്. എന്തുകൊണ്ട് മൂത്താന്തറയില് നിങ്ങളുടെ മൂത്താന്തറയിൽ മറ്റു പാർട്ടിക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലത്ത് നിങ്ങളുടെ ആളുകള് 200-100 വോട്ട് ഒരു വീട്ടിൽ ചേർക്കുന്നു, ഒരു അപ്പാർട്ട്മെന്റ് ചേർക്കുന്നു? തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച മണ്ഡലത്തിൽ എങ്ങനെയാണ് ഒരു വീട്ടിൽ ആ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത 11 പേരുടെ വോട്ടുണ്ടായത്? ഇതിനെല്ലാം കേരളീയ സമൂഹത്തോട് നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവരാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ നടപ്പാക്കുന്ന പദ്ധതി കേരളത്തിൽ അത്ര എളുപ്പം നടപ്പാക്കാൻ പറ്റില്ല. എല്ലാ തലത്തിലും അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോ വോട്ടേഴ്സ് ലിസ്റ്റ് ഈ SIRന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ പരിശോധന നടത്താൻ പോലും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല. BLOവർക്ക് അതിന് സമയം കൊടുത്തില്ല. നിങ്ങൾ നിർബന്ധിച്ച് അവരെ വല്ലാത്ത രീതിയിലുള്ള സ്ട്രെയിനിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വോട്ടേഴ്സ് പട്ടിക ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അതാണിപ്പോ 24 ലക്ഷം ആളുകൾ കേരളം പോലെ ഒരു സമൂഹത്തിൽ നിന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പുറത്തുപോയി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലത്. ശരി ഷാവ്പ്രസാദ്, ഇനി പറയാം. വെറുതെ വാഗ്വാദം കൊണ്ടോ വാക്കുതർക്കം കൊണ്ടോ കാര്യമില്ല. എന്ത് പോയിന്റ് ആണ് ഷാവ്പ്രസാദിന് ഉന്നയിക്കാനുള്ളത്?